ഇസ്രായേലിലെ ജനങ്ങളുടെ അവസ്ഥ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, അതിലൂടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ മറുവശത്ത് ജീവികളുടെ കൂട്ടത്തോടുകൂടിയുള്ള മറ്റു പല ആക്രമണങ്ങൾ. ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ കരാറ് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഇസ്രായേൽ ജനങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വല്ലാത്ത സമാധാനത്തിലാണ്. പക്ഷെ അവർ പൂർണ്ണമായും സമാധാനത്തോടുകൂടിയല്ല ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും. എങ്ങനെയാണ് അവർ സമാധാനത്തോടുകൂടി ജീവിക്കുക? അത്രമേൽ ക്രൂരതകളും അത്രമേൽ പീഡനങ്ങളും ആ ഫലസ്തീനിലെ ജനതയോട് അവർ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെന്ന് പോലും നോക്കാതെ, ഗർഭിണികളായ സ്ത്രീകളെന്ന് പോലും നോക്കാതെ എത്രയെത്ര പേരെയാണ് ആ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ ഭരിക്കുന്ന ഭരണാധികാരി കൊന്നുകളഞ്ഞത്. അതിൻ്റെ എല്ലാം മറുപടികൾ, അതിൻ്റെ എല്ലാം ഭവിഷ്യത്തുകൾ, അതിൻ്റെ എല്ലാം തിരിച്ചടികൾ ഇസ്രായേലിലെങ്ങും അലയടിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയാം, ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ഇസ്രായേൽ നഗരങ്ങളിൽ എവിടെ നിന്നോ കൂട്ടത്തോടുകൂടി ഇങ്ങനെ കാക്കകൾ പറക്കുന്ന ചില ദൃശ്യങ്ങൾ അത് വെച്ചുകൊണ്ടായിരുന്നു വീഡിയോ ചെയ്തത്. എവിടെ നിന്നോ കൂട്ടമായി നിറയെ കാക്കകൾ ഇങ്ങനെ ഇസ്രായേൽ നഗരങ്ങളിൽ വന്ന് പറക്കുന്ന കാഴ്ച. അതിൻ്റെ വാർത്തകളും ദൃശ്യങ്ങളും എല്ലാം അന്ന് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതോടൊപ്പം ഇറാനെ ആക്രമിക്കാൻ പോകുന്ന ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾക്ക് തടസ്സമായി മാറിയ പക്ഷികൾ, അതും ഇസ്രായേൽ മാധ്യമം തന്നെ പുറത്തുവിടുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. തെക്കൻ ഇസ്രായേലിൽ അവിടെ വലിയ രീതിയിലുള്ള കടന്നൽ കൂട്ടം, തേനീച്ചക്കൂട്ടം ഇങ്ങനെ പറന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ആ കടന്നൽ കൂട്ടത്തെ കണ്ടുകൊണ്ട് ഇസ്രായേലിലെ ജനങ്ങൾ ഇങ്ങനെ നെട്ടോട്ടമോടുകയാണ്. പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ ഭയപ്പാടോടുകൂടി അവരുടെ കടകളും വീടുകളും എല്ലാം അടച്ച് വീടിനകത്തിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ദൃശ്യങ്ങൾ ഞാനൊന്ന് കാണിക്കാം. סגרתי דלתות, יש פה מחסן. תיזהרי, דבורים. את לא מבינה מה הולך פה. סגרתי את הדלתות. זה רק אצלנו בגולברי בחוץ. תשאר להדווה. കണ്ടില്ലേ, കൂട്ടത്തോടുകൂടി കടന്നു വരുന്ന ആ തേനീച്ചക്കൂട്ടങ്ങളെ ഭയന്നുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ കടകളും വീടുകളും ഒക്കെ അടച്ചിട്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി അതുമാത്രമല്ല, വിമാനങ്ങൾക്ക് പോലും പറക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ രീതിയിൽ ഈ തേനീച്ചക്കൂട്ടങ്ങൾ തടസ്സമായി മാറുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ദൃശ്യം കൂടി ഞാനൊന്ന് കാണിക്കാം. ഈ ക്രൗഡായിട്ടുള്ള ഇത്തരം തേനീച്ചക്കൂട്ടങ്ങൾ കാരണം അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടുത്തെ ജനത, ഇസ്രായേൽ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലെബനൻ എന്ന് പറയുന്ന രാജ്യത്ത് അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ. ആ ലെബനൻ രാജ്യത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഏകദേശം ഗസയെ പോലെ തരിശുഭൂമിയാക്കി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അത്രമേൽ ആക്രമണങ്ങൾ അവിടെ ഇസ്രായേൽ അഴിച്ചുവിടുന്നുണ്ട്. നിരവധി ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഫലസ്തീനിൽ ഹമാസിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കൊന്നുതള്ളിയത് അവിടുത്തെ നിരായുധനായ നിരപരാധികളായ മനുഷ്യരെയാണ്. അതേ തന്ത്രം തന്നെയാണ് ഒരു കരുണയുമില്ലാതെ, ഒരു ദൈവമില്ലാതെ ലെബനനിലും നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിരപരാധികളായ മനുഷ്യരെ നെതന്യാഹു കൊന്നൊടുക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയെത്ര മനുഷ്യരെയാണ് നെതന്യാഹു കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല. ഇതിനെല്ലാം മറുപടി എന്നോണം നെതന്യാഹു ഒരിക്കൽ സങ്കടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരു കാലം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ഇറാനിലും അമേരിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം നോക്കിക്കഴിഞ്ഞാൽ, ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ ഉന്നത സൈനിക ഉപദേഷ്ടാവായ മോഹസിൻ റസായി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ട്രംപ് പരാജയം സമ്മതിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നില്ല. ഹിറ്റ്ലറിനുണ്ടായിരുന്ന ധൈര്യം ട്രംപിനില്ല. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വഷളാകുമ്പോൾ അമേരിക്കക്കാർ തന്നെ ട്രംപിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനാണ് സാധ്യത. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾ എല്ലാ US യുദ്ധക്കപ്പലുകളും മുക്കും. ഇനി രണ്ടാം തവണ ഒരു സമാധാന ചർച്ച നടക്കാതിരിക്കെ, ആ സമാധാന ചർച്ച പൂർണ്ണമായും വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ
തീർച്ചയായും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇരു ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇരു രാജ്യങ്ങളും ഒരു യുദ്ധത്തിനായിട്ടുള്ള എല്ലാവിധ നീക്കങ്ങളുമായി തയ്യാറായി മുന്നോട്ട് വരികയാണ്. ഒരു വശത്ത് സമാധാന ചർച്ചയ്ക്കുള്ള നീക്കങ്ങൾ നടക്കുമ്പോഴും മറുവശത്ത് ആ സമാധാന ചർച്ച എങ്ങാനും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. നോക്കി, ഒരു വെടിനിർത്തൽ കരാർ ഏറ്റവും കൂടുതലും ഗുണകരമായി മാറിയത് അത് ഇറാനാണ്. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് ഇറാനിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ വലിയ കെട്ടിടങ്ങളും അതോടൊപ്പം ട്രെയിൻ പാളങ്ങളും അടങ്ങുന്ന അവിടുത്തെ പബ്ലിക്കിനെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ ഇറാനിലുണ്ടായി. എന്നാൽ ഈ ഒരു വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായിട്ടുള്ള ആ ദിവസങ്ങളിൽ ഇറാൻ ചെയ്യുന്നതാകട്ടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ അവർ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. തകർന്നു വീണ കെട്ടിടങ്ങളും റെയിൽ പാളങ്ങളുമൊക്കെ അവർ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അമേരിക്കയും ഇസ്രായേലും കൂടി തകർത്ത ഇറാനിലെ ഒരു റെയിൽ പാളം വെറും 4 ദിവസം കൊണ്ടാണ് ഇറാനിലെ എഞ്ചിനീയർമാരും അതോടൊപ്പം അവിടെയുള്ള പബ്ലിക്കായിട്ടുള്ള ജനങ്ങളുടെയും സഹായത്തോടു കൂടി അവർ പുനർനിർമ്മിച്ചെടുത്തത്. അതിൻ്റെ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. در 18 فروردین ماه دشمن صهیونیستی با اصابت پرتابی خود باعث تخریب پل ما شده بود و بلافاصله روز بعدش در 19 همکاران اداره کل راهن شمال غرب با بسیج و گسیل تمام امکانات و تجهیزات شروع به بازسازی کردند و در کمتر از 4 روز پل مجددا ترمیم و به بهره برداری رسید و در روز 23 با عبور اولین قطار تهران وان رسما به بهره برداری رسید. این پل امین آباده که به دست جنایتکاران آمریکا و صهیونیستی خراب شده بود. کار این پروژه شاید بیشتر از 1 ماه طول می‌کشید. با قدرت خداوند، با همت بچه‌ها و با کمک مهندسین در عرض 4 روز این تموم کردن. آمریکا هیچ غلطی نمیتونه بکنه. با اینکه یه پل ما رو زد، 10 تا پل هم بزنه، من به نمایندگی از ماشین سنگینا میگم، بیل مکانیکی دارا، جر صغیر دارا، با همین که این پل رو 4 روزه ساختیم 1 ماه بیشتر طول میکشید. ما ماشین سنگینا بیل مکانیکی داراش 24 ساعته با کمک همدیگه اومدیم این پل رو همکاری کردیم، به کمک مهندسا اومدیم اینجا رو به اتمام رسوندیم. اینو میتونم بگم که هر جا باشه، هر موقع هم که این اتفاق خدایی نکرده بیفته، بازم ما هستیم. هر موقع بگم ما میایم 24 ساعته، هر جون دل مایه میذاریم واسه کشورمون، واسه خاکمون. یه وجب از خاکمون هم نمیدیم به دشمنامون. അതിൽ അവസാനം ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ, ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ രാജ്യം ആർക്കും വിട്ടുകൊടുക്കില്ല. എല്ലാ ദിവസവും ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും സന്നദ്ധരാണ്. ഈ ജനങ്ങൾ തന്നെയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ വലിയ കരുത്ത് എന്ന് സംശയം പറയാൻ കഴിയും. ആ രാജ്യത്തെ തോൽപ്പിച്ച് കീഴടക്കുക എന്നുള്ളത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും അത്ര എളുപ്പമാകില്ല.